ഹലോ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ എത്തിയിരിക്കുകയാണ്. ചാപ്റ്റർ 12 ചന്ദ്രയാൻ. There was a girl named Rani who lived in a village. She was very curious and used to ask many questions to her family, teachers and friends. ഒരു വില്ലേജിൽ റാണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു. അവൾ ഭയങ്കര ഇന്റലിജന്റ് ആയിരുന്നു. അതുപോലെ തന്നെ ക്യൂരിയസ് ആൻഡ് യൂസ് ടു ആസ്ക് മെനി ക്വസ്റ്റ്യൻസ്. ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും അതിനെപ്പറ്റി പല പല ക്വസ്റ്റ്യൻസ് അവളുടെ ഫാമിലിയുടെ അടുത്തും ടീച്ചേഴ്സിന്റെ അടുത്തും ഫ്രണ്ട്സിന്റെ അടുത്തും ഒക്കെ ചോദിക്കായിരുന്നു എപ്പോഴും. എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും? Why is the sky blue? Where does the sun go at night? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കുട്ടി ചോദിക്കുക. One evening, Rani heard about her mother singing. Chanda mama dur ke. Hearing this, Rani asked her mother, Amma, how far is the moon? ഒരു ദിവസം അവളുടെ അമ്മ ഒരു പാട്ട് പാടുന്നത് കേട്ടു. ചന്ദമാമ ദൂർക്കെ. ചന്ദമാമ ദൂരത്തിലാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പാട്ടാണത്. അത് കേട്ടപ്പോ അവള് അമ്മയോട് ചോദിച്ചു, അമ്മേ, മൂൺ എത്ര ദൂരെയാണ്? Amma said, Rani, the moon is very far in the sky. Moon വളരെ ദൂരത്തിലാണ് എന്ന് അമ്മ പറഞ്ഞു. Rani kept on thinking about the moon and fell asleep. അമ്മ അത് പറഞ്ഞെങ്കിലും അവള് അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടേയിരുന്നു രാത്രി വരെ. അങ്ങനെ ചിന്തിച്ച് അവൾ ഉറങ്ങിപ്പോയി. The next morning, Rani woke up hearing the loud voice of her elder brother Pratik. പിറ്റേന്ന് രാവിലെ അവളുടെ എൽഡർ ബ്രദർ പ്രതീകിന്റെ ലൗഡ് വോയിസും കേട്ടുകൊണ്ടാണ് അവൾ ഉറക്കം എഴുന്നേറ്റ് വന്നത്. He was pointing on the TV and shouting in excitement, "Look, Rani, India is on the moon." Rani looked at the TV. She could see photos of some machines on the moon. എന്താ അവളുടെ ബ്രദർ പറഞ്ഞത്? ലുക്ക് റാണി, ഇന്ത്യ ഓൺ ദ മൂൺ. അപ്പൊ റാണി ടിവിയിലേക്ക് നോക്കി. ഷീ കുഡ് സീ ഫോട്ടോസ് ഓഫ് സം മെഷീൻ ഓൺ ദ മൂൺ. അവൾക്ക് അതിൽ ഏതോ ഒരു മെഷീൻ ഈ ചിത്രത്തിൽ കാണുന്നില്ലേ, എന്തൊക്കെയോ 2-3 മെഷീൻസ് ഒക്കെ മൂണിൽ നിൽക്കുന്ന ഫോട്ടോസ് ആണ് അവൾക്ക് കാണാൻ പറ്റിയത്. She heard a few people talking about the landing on the moon. അതിനുശേഷം വീണ്ടും ആളുകളൊക്കെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നതും മൂണിൽ ലാൻഡ് ചെയ്തു എന്ന കാര്യങ്ങളൊക്കെ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ അവൾ കേട്ടു. She was confused and asked Pratik, "How did Chandrayaan reach the moon?" അവൾ ആകെ കൺഫ്യൂഷനായി. ഇങ്ങനെ മൂണ് ഭയങ്കര ദൂരെയാണെന്നല്ലേ അമ്മ പറഞ്ഞത്, പിന്നെ എങ്ങനെ ഈ ചന്ദ്രയാൻ മൂണിലെത്തിയത്? Pratik replied that his friend Vivan's mother and Nandini is a scientist. Shall we go and talk to her? ഇത് കേട്ടപ്പോൾ പ്രതീക് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എൻ്റെ ഫ്രണ്ട് വിവാന്റെ അമ്മ ആൻഡ് നന്ദിനി ഇസ് എ സയന്റിസ്റ്റ്, അവരൊരു സയന്റിസ്റ്റ് ആണ്. സോ ഷാൽ വി ഗോ ആൻഡ് ടോക്ക് ടു ഹർ? അവരുടെ അടുത്ത് ചോദിച്ചാൽ അവർ നമുക്ക് കൃത്യമായി പറഞ്ഞു തരുമായിരിക്കും. ആസ്ക്ഡ് പ്രതീക്. റാണി ഹാപ്പിലി അഗ്രീഡ്. Both Rani and Pratik decided to visit Vivan's house. അങ്ങനെ രണ്ടുപേരും വിവാന്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. Vivan and his mother welcomed them. Rani could see many models and photographs of rockets in their house. വിവാന്റെ അമ്മ അവരെ ഹാപ്പി ആയിട്ട് സ്വീകരിച്ചു. അപ്പോഴാണ് റാണി കണ്ടത് അവരുടെ വീട്ടില് പലതരത്തിലുള്ള ചിത്രങ്ങളും റോക്കറ്റ്സിന്റെ മോഡൽസും അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. Nandini auntie offered sharbat to the children and said, "Rani, what do you want to know?" Rani replied, "People say India is on the moon. Can you please tell us more about this?" റാണി പറഞ്ഞു, എല്ലാവരും പറയുന്നു ഇന്ത്യ മൂണിലെത്തിയെന്ന്. അപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് കൂടുതൽ പറഞ്ഞു തരാമോ? Auntie said, "Yes, of course. Do you know which vehicle is used to go to moon?" അപ്പൊ ആന്റി റാണിയെടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് അറിയാമോ ഏത് വെഹിക്കിളിലാണ് നമുക്ക് മൂണിലേക്ക് പോവാൻ പറ്റുക? പ്രതീക് immediately said, "I know, auntie. It is a rocket I had seen on the TV." പ്രതീക് പെട്ടെന്ന് പറഞ്ഞു, എനിക്കറിയാം, അതൊരു റോക്കറ്റ് ആണ്, ഞാൻ ടിവിയിൽ കണ്ടിട്ടുണ്ട്. Rani pointed to the models and photos of rockets in the room. അപ്പോൾ
പ്രതീക് അങ്ങനെ പറഞ്ഞപ്പോൾ റാണി അതിന്റെ കൂടെ ആ റൂമിലുള്ള ഫോട്ടോസും റോക്കറ്റ്സിന്റെ മോഡൽസിലേക്കും ഒക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. Nandini said, "Very good. Yes, a rocket is used to reach the moon." Very good. റോക്കറ്റിലാണ് മൂണിലേക്ക് പോവാ. റാണി asked, "What does Chandrayaan mean?" റാണി ചോദിച്ചു, ചന്ദ്രയാൻ എന്ന് പറഞ്ഞാൽ എന്താ? നന്ദിനി replied, Chandra means moon. ചന്ദ്ര എന്ന് പറഞ്ഞാൽ എന്താ? Moon. Yan means vehicle. On 14 July 2023, India became first country to land on the far side of the moon. Rani jumped with excitement and said, "Can I go to moon too?" നന്ദിനി ആൻറ്റി എന്താ പറഞ്ഞത്? 14 July 2023 ഇന്ത്യ became the first country. ഇതിനു മുമ്പ് ആരും തന്നെ മൂണിന്റെ ഫാർ സൈഡിൽ ലാൻഡ് ചെയ്തിട്ടില്ല. അത് ഫസ്റ്റ് ആയിട്ട് ചെയ്തത് ഇന്ത്യയാണ്. ഇത് കേട്ടപ്പോൾ റാണി ആകെ എക്സൈറ്റഡ് ആയി. അവൾ ചോദിച്ചു, "Can I go to the moon too?" നന്ദിനി smiled. "Maybe one day." മേ ബി ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്കും പോകാൻ പറ്റുമായിരിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇതേപോലെ ചന്ദ്രയാന്റെ ന്യൂസും ഒക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്കും മൂണിൽ പോയാൽ കൊള്ളാന്ന് തോന്നാറുണ്ടോ? നമ്മുടെ സയൻസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല പല സയന്റിസ്റ്റുകളും ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളൊക്കെ വലിയ ആളുകളാവുമ്പോഴേക്കും നിങ്ങൾക്കൊക്കെ ഇതേപോലെ റോക്കറ്റിലൊക്കെ കയറി മൂണിൽ പോയിട്ട് വിസിറ്റ് ചെയ്യാനൊക്കെ പറ്റുമായിരിക്കും. അപ്പം ഇനി നമുക്ക് എക്സസൈസിലേക്ക് പോവാം. ന്യൂ വേർഡ്സ്. ക്യൂരിയസ്. ഭയങ്കര ക്യൂരിയസ് ആവുക. എന്താന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ വരുന്നതിനാണ് ക്യൂരിയസ് എന്ന് പറയുന്നത്. അതുപോലെ എക്സൈറ്റ്മെന്റ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നമുക്ക് വളരെയധികം താല്പര്യം തോന്നുക. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആവുക. അതിനാണ് എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത്. മെഷീൻസ്. മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഡിവൈസസ്. മെഷീൻ മെക്കാനിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന ഡിവൈസസിനാണ് മെഷീൻസ് എന്ന് പറയുന്നത്. കൺഫ്യൂസ്ഡ്. unable to understand something clearly. ഇത് എന്തായിരിക്കും, ഇത് ശരിയാണോ തെറ്റാണോ എന്നീ കൺഫ്യൂഷൻസ് ഒക്കെ വരുന്നതിനാണ് കൺഫ്യൂസ്ഡ് എന്ന് പറയുന്നത്. സയന്റിസ്റ്റ്. ഈ റിസർച്ച് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്ത് കൂടുതൽ ഓരോ കാര്യങ്ങളെ പറ്റിയും പഠിക്കുന്ന ആളുകൾക്കാണ് സയന്റിസ്റ്റ് എന്ന് പറയുന്നത്. റോക്കറ്റ്. നിങ്ങൾ എല്ലാവരും റോക്കറ്റ് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആകാശത്തിൽ സഞ്ചരിക്കുന്ന വെഹിക്കിൾ ആണ് റോക്കറ്റ്. ചന്ദ്രയാൻ. ചന്ദ്രയാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മൂൺ മിഷൻ ആണ് ചന്ദ്രയാൻ. ആൻസർ ദ ഫോളോയിങ്. റാണി വാസ് വെരി ക്യൂരിയസ്. ഹൗ ഡു യു നോ? എങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലായത് റാണി ക്യൂരിയസ് ആണെന്ന്? റാണി asked many questions like why is the sky blue? Where does the sun go at night? അങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അവൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള പെൺകുട്ടിയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. What did Pratik say in excitement? Pratik said, "Look Rani, India is on the moon." Who was Nandini auntie? Nandini auntie was Vivan's mother and a scientist. What do the words Chandra and Yan mean? Chandra means moon and Yan means vehicle. Complete the sentence. Chandrayaan 3 landed on the moon on July 14, 2023. Think and say. Imagine you are invited by the scientists to spend 10 days on the moon. Make a list of items that you would like to take with you. നിങ്ങൾക്ക് മൂണിൽ പോകാൻ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയാൽ നിങ്ങൾ എന്തൊക്കെ സാധനങ്ങളായിരിക്കും എടുക്കുക? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്സിജൻ ടാങ്ക്, വാട്ടർ ബോട്ടിൽസ്, ക്യാമറ, സോളാർ ചാർജർ, ഫ്ലാഷ് ലൈറ്റ്സ്, സ്പേസ് സ്യൂട്ട്, ഫുഡ് പാക്കറ്റ്സ്, ഫസ്റ്റ് എയ്ഡ് കിറ്റ്, നോട്ട്ബുക്ക് ആൻഡ് പെൻ, ടൂൾ കിറ്റ്, അങ്ങനെ പല പല കാര്യങ്ങളല്ലേ. ഇതല്ലാതെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് എടുക്കാൻ ആഗ്രഹമുള്ളത് അത് നിങ്ങളുടെ ബുക്കിൽ എഴുതണം. ചന്ദ്രയാൻ traveled the distance between Earth and the moon. You may ask elders at home about their experiences of traveling to the places that are far from home. നിങ്ങൾ ഈ സ്റ്റോറിയിൽ മനസ്സിലാക്കി ചന്ദ്രയാൻ
എർത്തിൽ നിന്ന് മൂണിലേക്ക് വളരെയധികം ദൂരമാണ് സഞ്ചരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിലുള്ള ആൾക്കാരോട് ചോദിക്കാമോ ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവ് അല്ലെങ്കിൽ ലോങ് ട്രാവലിന്റെ ഒക്കെ എക്സ്പീരിയൻസ് എന്താണെന്ന്? അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി അത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഹാവ് യു എവർ ട്രാവൽ ടു ഫാർ ഓഫ് പ്ലേസസ് യുവർ സെൽവ്സ്? ഇഫ് യെസ്, ഷെയർ യുവർ എക്സ്പീരിയൻസ് വിത്ത് അതേഴ്സ്. ഇനി നിങ്ങൾ തന്നെ ട്രിപ്പൊക്കെ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പല പല ദൂര സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ അതിനെയൊക്കെ പറ്റി നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യാം. Read the following lines. There was a girl named Rani who lived in a village. A hanky for an elephant. Notice that we used a before girl, village and hanky, and an before elephant. We use a before singular nouns that begin with consonants. Consonants എന്ന് പറഞ്ഞാൽ we have vowels and consonants. Vowels ഏതൊക്കെയാണ്? A, E, I, O, U. ഈ അക്ഷരങ്ങൾ വെച്ചിട്ടുള്ള വേർഡ്സ് അതിന്റെ മുന്നിലാണ് നമ്മൾ ആൻ ആഡ് ചെയ്യുന്നത്. അതല്ലാത്ത ലെറ്റേഴ്സിനാണ് കൺസണൻസ് എന്ന് പറയുന്നത്. അപ്പൊ കൺസണൻസ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ വേർഡ്സിന്റെയും മുന്നിൽ എ ആണ് ആഡ് ചെയ്യുക. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് എ. ഇതില് ബ്ലാങ്ക്സ് ആയിട്ട് തന്ന സ്ഥലത്തൊക്കെ എ ഫിൽ ചെയ്യണം. എന്തുകൊണ്ടാണ് അവിടെ എ ഫിൽ ചെയ്യണം എന്ന് പറഞ്ഞത്? ബിക്കോസ് സി ഹിയർ ഇൻ ഫസ്റ്റ് എക്സാമ്പിൾ ഡോഗ്, DOG, ഡോഗ്. ഡി എന്ന് പറഞ്ഞാൽ ഒരു കൺസണന്റ് ആണ്, അതൊരു വവൽ അല്ല. സോ എ ഡോഗ് ഈസ് ബാർക്കിംഗ് അറ്റ് ദ പോസ്റ്റ്മാൻ. നെക്സ്റ്റ്, my mother gives chapatis to dash cow every day. C is a consonant. So chapatis to a cow every day. In summers, dash sparrow builds its nest on the mango tree near our house. A sparrow. Fill in the blanks using and. ഇവിടെ vowels ഉപയോഗിച്ചിട്ടുള്ള വേർഡ്സ് ആണ്. ഈഗിൾ, E is a vowel. Umbrella, U is a vowel. Ice cream, I-യും vowel ആണ്. I saw an eagle yesterday. Maya bought an umbrella for the monsoon. An ice cream man brings his cart in the evening. Fill in the blanks using a or an. ഇനിയാണ് നിങ്ങൾ നേരത്തെ നിങ്ങൾക്ക് അറിയായിരുന്നു അത് എ ആണ് അല്ലെങ്കിൽ ആൻ ആണെന്ന്. പക്ഷെ ഇതില് കുറച്ച് ട്രിക്കിയാണ്. എവിടെയൊക്കെ എ യൂസ് ചെയ്യണം, എവിടെയൊക്കെ ആൻ യൂസ് ചെയ്യണം എന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് ചെയ്യണം. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. ഡാഷ് ബ്രൗൺ hen, B is a consonant. A brown hen laid dash egg. E is a vowel. So an egg. Dash eagle, again E is a vowel. So an eagle sat on dash building. B is a consonant. So a building. Mary ate dash apricot. A is a vowel. So an apricot, comma, chiku. C is a consonant. A chiku and an orange. O is a vowel. Clear ആണല്ലോ? അപ്പൊ എല്ലാവരും സ്വന്തമായിട്ട് ഫിൽ ചെയ്യാൻ ശ്രമിക്കാം. Fill in the blanks by forming words using SK, SW, SP and ST. There are swings in the park. ഇവിടെ കണ്ടോ, SW, swings. Children throw dash ons in the river. ഈ തന്നിരിക്കുന്നതിൽ ഏത് ആഡ് ചെയ്താലാണ് ഇതൊരു മീനിങ് ഫുൾ വേർഡ് ആവുന്നത്? സ്റ്റോൺസ്. Children throw stones in the river. I need a dash spoon and bowl for soup. Spoon, ഇവിടുന്ന് SP ആഡ് ചെയ്യാം. Have you heard the story of the boy who cried wolf? The blue skirt matched with pink shirt.
Skirt, SK. Describe the moon. Draw a picture of the moon with the help of your teacher. Write a few lines about the moon. നിങ്ങൾക്ക് മൂണിന്റെ ചിത്രം വരയ്ക്കാൻ അറിയോ? ഈ ഒരു ഗ്യാപ്പിൽ ഇഷ്ടമുള്ള ചിത്രം വരയ്ക്കാം. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് ടീച്ചറുടെ അടുത്തൊക്കെ ചോദിച്ച് പേരൻസിന്റെ അടുത്തൊക്കെ ചോദിച്ച് കൂടാതെ നിങ്ങൾക്ക് അറിയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മൂണിനെ പറ്റി എഴുതാം. ജസ്റ്റ് ഫോർ എൻ എക്സാമ്പിൾ, ദ മൂൺ ഈസ് എർത്ത് നാച്ചുറൽ സാറ്റലൈറ്റ്. നമ്മൾ മനുഷ്യന്മാർ കുറേ സാറ്റലൈറ്റ് വിടുന്നുണ്ടല്ലേ ഭൂമിയുടെ ചുറ്റും കറങ്ങാൻ വേണ്ടി. പക്ഷെ മൂൺ നാച്ചുറൽ ആയിട്ട് അവിടെ തന്നെയുള്ളതാണ്, നമ്മൾ ആരും ക്രിയേറ്റ് ചെയ്തതല്ല. സോ ഇറ്റ് ഈസ് എർത്ത് നാച്ചുറൽ സാറ്റലൈറ്റ്. ഇറ്റ് ഹാസ് ക്രേറ്റേഴ്സ് ആൻഡ് മൗണ്ടെയ്ൻസ്. ചന്ദ്രയാൻ മിഷനും അതുപോലെയുള്ള പല പല മിഷൻസും ഒക്കെ കൂടെ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. മൂണില് കുഴികളും മൗണ്ടെയ്ൻസും ഒക്കെ ഉണ്ട്. ഇറ്റ് ഷൈൻസ് അറ്റ് നൈറ്റ് ബിക്കോസ് ഇറ്റ് റിഫ്ലക്ട്സ് സൺലൈറ്റ്. അതിന് സ്വന്തമായിട്ട് ലൈറ്റ് ഇല്ല, അത് സണ്ണിന്റെ ലൈറ്റ് റിഫ്ലക്റ്റ് ആയിട്ടാണ് നൈറ്റിൽ അത് ഷൈൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയുന്ന ഈസി ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും എഴുതാം. ഫൺ വിത്ത് ദ വേർഡ്സ്. റീഡ് ദീസ് സെന്റൻസസ് അലൗഡ് വിത്ത് യുവർ ടീച്ചർ. നിങ്ങൾക്ക് കൂടെ വായിക്കാമോ? There are 7 days in a week. Sunday is the first day of the week. Monday is the second day of the week. Tuesday is the third day of the week. Wednesday is the fourth day of the week. Thursday is the fifth day of the week. Friday is the sixth day of the week. Saturday is the 7th day of the week. ഇതിൽ സ്പെഷ്യൽ ആയിട്ട് കാണുന്ന വേർഡ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത് ആൻഡ് സെവൻത്. Look at the words given below. Read them aloud. Find their position in a week using the text given above. One has been done for you. നമ്മളിപ്പോൾ വായിച്ചു കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ? അപ്പൊ എല്ലാരും വേഗം ഫില്ല് ചെയ്തേ. സൺഡേ ഫസ്റ്റ് ഡേ ആണ്, മൺഡേ സെക്കൻഡ് ഡേ ആണ്, ട്യൂസ്ഡേ തേർഡ്, വെൻസ്ഡേ ഫോർത്ത്, തേഴ്സ്ഡേ ഫിഫ്ത്ത്, ഫ്രൈഡേ സിക്സ്, സാറ്റർഡേ സെവൻത്. ഒരു വീക്കില് എത്ര ഡേയ്സ് ഉണ്ട്? 7 days. Divide yourselves into small groups. Each group shall collect newspaper or magazine clippings related to the Chandrayaan 3 mission. Paste it on a chart paper and display it in your class. നിങ്ങൾ ഗ്രൂപ്പായി തിരിഞ്ഞ് ന്യൂസ് പേപ്പറിൽ നോക്കി ചന്ദ്രയാൻ്റെ ഒക്കെ ന്യൂസ് ഒക്കെ എവിടെ കാണുന്നോ അതിന്റെ പേപ്പർ കട്ടിങ്സ് ഒക്കെ ഒട്ടിച്ച് ഇത് ക്ലാസ്സിൽ ഡിസ്പ്ലേ ചെയ്യണം. Do you know a song or a story about the moon in your mother tongue? നിങ്ങളുടെ ഓരോരുത്തരുടെയും മദർ ടങ്, നമ്മുടെ മദർ ടങ് മലയാളമാണല്ലേ. മലയാളത്തിൽ നിങ്ങളുടെ പേരൻസ് ചെറുപ്പത്തിൽ പറഞ്ഞു തന്നിരിക്കുന്ന കഥയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും പാട്ടോ ഒക്കെ നിങ്ങളുടെ ബുക്കിൽ എഴുതാം. അപ്പൊ നിങ്ങൾ ഓരോരുത്തർക്കും അത് ഓരോന്നായിരിക്കും. അപ്പൊ അത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാൻ ശ്രമിക്കുക. സെൽഫ് അസസ്മെന്റ്. ഇവിടെ ഒരു ടെസ്റ്റ് പോലെ തന്നിരിക്കുകയാണ്. ഇതില് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പറ്റില്ല എന്നുള്ളൊരു സ്വന്തമായിട്ടുള്ളൊരു അസസ്മെന്റ് ആണ്. ഇവിടെ കുറെ ബോക്സസ് തന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ടിക്ക് ചെയ്യുക, പറ്റാത്ത കാര്യങ്ങൾ ക്രോസ് ചെയ്യുക. അപ്പൊ ഫൈനലി നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം എന്തൊക്കെ അറിയില്ല എന്ന് ഈ ഒരൊറ്റ ടെസ്റ്റ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. I can recite poems in a group in pairs by repeating after my teacher by myself. ചില ആളുകൾക്ക് സ്വന്തമായിട്ട് പോയംസ് ഒക്കെ പാടാൻ പറ്റും. ചിലർക്ക് ടീച്ചർ പാടുമ്പം അതിന്റെ കൂടെ പാടാൻ അറിയായിരിക്കും. ചിലരാണെങ്കിലോ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ പാടാം. അപ്പൊ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ടിക്ക് ചെയ്യാം. ഓക്കെ. I can read the stories. നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്റ്റോറീസ് ഒക്കെ റീഡ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ബുക്സ് ഒക്കെ വായിക്കാറുണ്ടോ? By myself, with my classmates, with the help of my teacher. ഏതാണോ നിങ്ങൾക്ക് പറ്റുന്നത് അതിലൊക്കെ ടിക്ക് ചെയ്യുക അല്ലെങ്കിൽ ക്രോസ് ചെയ്യുക. I can write by copying from the book or the board. ബുക്കിൽ നിന്ന് നോക്കിയോ അല്ലെങ്കിൽ ബോർഡിലോ നോക്കിയിട്ട് മാത്രമേ എഴുതാൻ അറിയുള്ളൂ. As my teacher speaks,
അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചർ പറയുമ്പോൾ സ്പെല്ലിംഗ് ഒക്കെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് അറിഞ്ഞിട്ട് എഴുതാൻ പറ്റുമോ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈ ക്ലാസ്മേറ്റ്സ്, അല്ലെങ്കിൽ മറ്റുള്ളവർ എഴുതുന്നതൊക്കെ നോക്കി എഴുതുകയാണോ നിങ്ങൾ ചെയ്യുക? അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് എഴുതാറുണ്ടോ? Can I tell the stories that I have read or listened? നിങ്ങൾ കുറേ സ്റ്റോറീസ് ഒക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാൻ പറ്റുമോ? By myself, with the help of teacher, by using the book. I was able to do all exercise question. നിങ്ങളുടെ ബുക്കിലുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ? മോസ്റ്റ് ഓഫ് ദ എക്സസൈസ് ക്വസ്റ്റ്യൻ, a few exercise question. ഏതൊക്കെയാണ് നിങ്ങൾക്ക് പറ്റിയിരിക്കുന്നത് എന്ന് നിങ്ങൾ ടിക്ക് ചെയ്ത് മനസ്സിലാക്കുക. ലാസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു നമ്മളിപ്പോൾ വായിച്ചത്. എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു സെൽഫ് അസസ്മെന്റും നടത്തി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പൊസിഷൻ എവിടെയാണെന്ന് സ്വന്തമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും എല്ലാ ചാപ്റ്റേഴ്സും നന്നായി പഠിക്കണം, എക്സാം ഒക്കെ നന്നായിട്ട് എഴുതണം. ഓൾ ദി ബെസ്റ്റ്. ബൈ.